പീസ് വാലി സമാധാനത്തിന്റെ താഴ്വര എറണാകുളം ജില്ലയിലെ മലയോര പ്രദേശമായ കോതമംഗലത്ത് നെല്ലിക്കുഴിയിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. ഇത് ദൈവത്തിന്റെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ സമാധാനത്തിന്റെ താഴ്വര എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഇവിടെ ഉള്ളവർ സമാധാനം നഷ്ടപ്പെട്ട, സന്തോഷം നഷ്ടപ്പെട്ട, ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട കുറെ മനുഷ്യരാണ്. പക്ഷേ അവർക്ക് നഷ്ടപ്പെട്ടതുണ്ടോ അത് വീണ്ടെടുത്തു കൊടുക്കുക എന്നർത്ഥത്തിൽ ജീവിതത്തിൽ നമ്മുടെ കൂടെ ജീവിച്ച് തുടങ്ങിയ സഹോദരന്മാർ വീണു പോകുമ്പോൾ അവരെ കൈപിടിക്കുക. നമ്മൾ സാധാരണ ഈ ഡിസബിലിറ്റി ഉള്ള സ്കൂളുകളിൽ കാണുന്ന ഒരു കായിക മത്സരമുണ്ട്. ആ കായിക മത്സരം എന്ന് പറയുന്നത് 50 മീറ്ററൊക്കെ ഓടുമ്പോൾ അതിലൊരാൾ വീണുപോയാൽ അവർക്ക് പിന്നെ ഫസ്റ്റും വേണ്ട, സെക്കൻഡും വേണ്ട, ഗോൾഡും വേണ്ട, സിൽവറും വേണ്ട, അവർ വീണുപോയവൻ്റെ കയ്യിലേക്ക് തിരിച്ചു വരും. നമ്മൾ അവരെ പലപ്പോഴൊക്കെ അവർ പരിഹാസപൂർവ്വം പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ വീണുപോയാൽ ബാക്കിയുള്ള കുട്ടികൾ സന്തോഷിക്കുകയുള്ളൂ. പക്ഷേ ഇത്തരം സ്കൂളിലെ കുട്ടികൾ, ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അത്തരം കുട്ടികൾ വീണുപോയാൽ വീണവനെ കൈപിടിക്കും. പീസ് വാലി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കൂടെ ജീവിക്കുന്ന സഹജീവികൾ വീണു പോകുമ്പോൾ അവരെ കൈപിടിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇത് വലിയൊരു സംരംഭമായി മാറി. ഇന്ന് ഇവിടെ ഏറെക്കുറെ 600-700 പേഷ്യൻസ് ഇന്ന് ഇതിനകത്തുണ്ട്. മാനസികവും ശാരീരികവുമായ വൈകല്യമുള്ള ഏറെക്കുറെ 200-250 പേരുണ്ട്. അതുപോലെ തന്നെ വൈകല്യങ്ങളുള്ള കുട്ടികൾ, ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, ഓട്ടിസം ബാധിച്ച, സെർബ് പാൾസിയുടെ പ്രയാസമുള്ള, അതേപോലെ തന്നെ മറ്റ് ഹൈപ്പർ ആക്റ്റീവിസത്തിന് പ്രശ്നമുള്ള, അങ്ങനെ പലവിധ ഓട്ടിസത്തിൻ്റെതായ വൈകല്യങ്ങളുള്ള കുട്ടികൾ 150 കുട്ടികൾ ഇവിടെ വന്ന് പോയി വ്യത്യസ്ത വ്യത്യസ്ത തെറാപ്പികൾ, അവർക്ക് ഒക്കുപേഷൻ തെറാപ്പി ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്, ഇലക്ട്രോ തെറാപ്പി ഉണ്ട്, അങ്ങനെ എല്ലാവിധ തെറാപ്പി സംവിധാനം, മോഡേൺ ടെക്നോളജിക്കലി സൗണ്ടഡായ ആധുനികം എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിശാലമായ അവർക്കുള്ള തെറാപ്പി സെന്റർ കുട്ടികൾക്കുള്ളതുണ്ട്. അതുപോലെ തന്നെ 0 to 7 സ്റ്റേജിലെ കുട്ടികൾക്കാണ് ആ ബിൽഡിങ്ങിൽ ഇത്തരം തെറാപ്പി സംവിധാനങ്ങൾ ഉള്ളത്. അതേപോലെ ഈ പുതിയ ബിൽഡിംഗ് പ്രാർത്ഥന ഫൗണ്ടേഷൻ മുൻകൈയെടുത്ത് ഉണ്ടാക്കിയ ചിൽഡ്രൻസ് വില്ലേജ് എന്ന് പറയുന്ന സംവിധാനത്തില് ഇത് 7 to 20 സ്റ്റേജ്, ഒരു 7 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് റെസിഡൻഷ്യൽ സൗകര്യത്തോട് കൂടിയിട്ട് അവർക്ക് ലൈഫ് സ്കിൽ വർദ്ധന, അതാണ് ടു ഡെവലപ്പ് ലൈഫ് സ്കിൽ, അവരെ ലൈഫ് സ്കിൽ, അവർക്ക് ജീവിതം പഠിപ്പിക്കുന്ന, അവർക്ക് ഒരു പക്ഷേ SSLC ജയിപ്പിക്കുക, +2 ജയിപ്പിക്കുക, ഏതെങ്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കുക എന്ന വിദ്യാഭ്യാസ പ്രക്രിയക്കപ്പുറം ഇത്തരം കുട്ടികൾ ജീവിക്കാൻ കഴിയുക, അവർക്ക് സ്വയമായിട്ട് കുളിക്കാനും, സ്വയമായി പല്ല് തേക്കാനും, സ്വയം ഡ്രസ്സ് ധരിക്കാനും, അതുപോലെ സ്വന്തമായി ബാത്റൂം കൈകാര്യം ചെയ്യാനും, സ്വയം ഭക്ഷണം വാരി തിന്നാനും, അങ്ങനെ തങ്ങളുടെ ജീവിതം തന്റെ കുടുംബങ്ങൾക്ക് ഒരു ബാധ്യത പ്രയാസമോ ആകാതെ കഴിഞ്ഞൊരു വർഷത്തിൽ തന്നെ 10ഓളം കുട്ടികൾ ആത്മഹത്യ കുട്ടികളെ കേരളത്തിൽ കൊലപാതകം നടന്നിട്ടുണ്ട്. ഇത്തരം കുട്ടികളെ മാതാപിതാക്കൾ തന്നെ കൊന്നുകളഞ്ഞ അനുഭവം കാണാൻ കഴിയും. ആ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത്തരം കുട്ടികളെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരികയാണ്. അതുകൊണ്ട് അത്തരം പേരൻസിന്, അത്തരം കുടുംബങ്ങൾക്ക് ശരിക്കും ഒരു സ്വർഗീയ താഴ്വരയാണ് ഈ സ്ഥാപനം. ഇവിടെ നിങ്ങൾക്ക് മേലെ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം കുട്ടികൾക്ക് അവരെ ജീവിതം പഠിപ്പിക്കാൻ, നേരത്തെ പറഞ്ഞതുമാതിരി ജിംനേഷ്യം പഠിപ്പിക്കുന്നു, ആർട്ട് പഠിപ്പിക്കുന്നു, അവർക്ക് അതേപോലെ തന്നെ അവരെ സൂപ്പർ മാർക്കറ്റ്, റോഡ് നിയമങ്ങൾ, ഇങ്ങനെ ജീവിതങ്ങളിൽ ഇടപെടാനുള്ള കഴിവ്, ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് ഏതോ അർത്ഥത്തിൽ അവർക്ക് കടന്നു വരാൻ കഴിയുന്ന വിധത്തിലേക്ക് അവർ ലൈഫ് സ്കിൽ വർദ്ധിപ്പിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഏറ്റവും ആധുനികമായ രീതിയിൽ സംവിധാനിച്ചിട്ടുണ്ട്. ഇതാണ് ഈ പീസ് വാലിയുടെ ചിൽഡ്രൻസ് വില്ലേജ്. അതേപോലെ ഇവിടെ 50ഓളം ആളുകൾ, സ്ട്രോക്ക് സംഭവിച്ചവർ, നട്ടിൽ തളർന്നു പോയ ആളുകൾ, അങ്ങനെ ഒരു 50ഓളം ആളുകൾ ഇവിടെ ഉണ്ട്. അവർ 1-2 മാസത്തോട് നിൽക്കും. അതിനുശേഷം അവർ അടുത്ത ടീം വരും. അങ്ങനെ അവർക്ക് വിശാലം ഒരു ഹാള്, ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റ്, ഒരു ഫ്ലോർ മുഴുവൻ ഇത്തരം ആളുകൾക്കുള്ള ഫിസിയോതെറാപ്പിയുടെ എല്ലാ ഉപകരണങ്ങളും വെച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് 1 മാസമോ 2 മാസമൊക്കെ താമസിച്ചുകൊണ്ട് തെറാപ്പി ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ഡയാലിസ്, ഇവിടെ 80-90 ആളുകൾ ഡയാലിസ് ചെയ്യുന്നുണ്ട്. പീസ് വാലി ഡയാലിസ്, സാധാരണ ഡയാലിസ് പേഷ്യന്റുമായി ഡയാലിസ് ചെയ്ത് വരുമ്പോൾ 2000 രൂപ വേണം, ഒരു ആഴ്ച ഒരു 10000 രൂപ വേണം. പീസ് വാലി ഡയാലിസ് എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു പൈസ ചിലവൊന്നുമില്ല. നമ്മളൊന്ന് ഭക്ഷണം പോലെ അവർക്കൊന്ന് കഴിച്ചു പോകും. അങ്ങനെയുള്ള ഫിസിയോതെറാപ്പി അല്ല ഡയാലിസ് സംവിധാനം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ്, ക്യാൻസറൊക്കെ ഒന്ന് അവസാന സ്റ്റേജിലെത്തിയ ആളുകൾ, ഹോസ്പിറ്റലിൽ ഇടാനും കഴിയില്ല, എന്ന വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തൊരവസ്ഥയിൽ ഹോസ്പിറ്റൽ ഡിസ്ചാർജായി എന്നാൽ വീട്ടിലെത്താത്ത ആ സ്റ്റേജിലെത്തുന്ന അവസാന നാളുകൾ, അവർക്ക് എല്ലാവിധ പാലിയേറ്റീവ് സംവിധാനം, നഴ്സിംഗ് കെയർ, ഡോക്ടേഴ്സ് സേവനം, വെന്റിലേറ്റർ സംവിധാനം വരുന്നുണ്ട്. ഒരു വെന്റിലേറ്റർ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു വെന്റിലേറ്റർ കിടക്കുന്ന 30,000 രൂപ വേണം. ഇവിടെ വെന്റിലേറ്റർ സംവിധാനം അടക്കം നമ്മൾ ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിമൻസ് ഇൻ ഡിസ്ട്രസ് എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധിയിൽപ്പെട്ട, ഇപ്പോൾ ഒരു 6 മാസം പ്രസവിച്ച് 6 മാസം മാത്രമുള്ള കുട്ടി ഇവിടെ ഉണ്ട്. കുട്ടിയെ ഇത്രയോ വലിച്ചെറിഞ്ഞ ആ കുട്ടി ഇവിടെ നമ്മുടെ അടുത്തുണ്ട്. 1.5 വയസ്സായ കുഞ്ഞു ഇവിടെ ഉണ്ട്. ഇപ്പൊ കുറച്ച് മുമ്പ് ഒരു പെൺകുട്ടി ഇവിടെ ഇങ്ങനെ വരികയും അവരേത് അർത്ഥത്തിൽ അവര് ഇവിടെ നിന്ന് പോകും. അങ്ങനെ പല സ്വഭാവത്തിൽ പ്രയാസപ്പെടുന്ന സ്ത്രീകൾക്കുള്ള സംവിധാനമാണ് വിമൻസ് ഇൻ ഡിസ്ട്രസ് എന്ന് പറയുന്നത്. അതുപോലെ തണൽ സംവിധാനങ്ങളുമായി സഹകരിച്ചുകൊണ്ട്
പീസ് വാലി തണൽ സംവിധാനം ഒരു ഡി അഡിക്ഷൻ ആൻഡ് സൈക്കട്രി ഹോസ്പിറ്റലാണത്. ഒരുപക്ഷെ ഏറ്റവും നല്ല വൃത്തിയുള്ള, നല്ല വിശാലമായ സൗകര്യങ്ങളുള്ള, വളരെ മനോഹരമായ രൂപത്തിൽ തന്നെ അത്തരം സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരം ആളുകൾ, ഈ ഡ്രങ്കഡായ ആളുകൾ, വളരെ അഡിക്റ്റഡായ ആളുകളെ കൊണ്ടുവരാനും വളരെ മാന്യമായ രീതിയിൽ അവർക്ക് നല്ല എല്ലാ മെഡിക്കൽ സംവിധാനങ്ങളും ഉണ്ട്. അതിന് കൂടെ തന്നെ ഒരു നല്ലൊരു ചുറ്റുവട്ടം, നല്ലൊരു പരിസരം ഒരുക്കിക്കൊണ്ട് അവരെ ഏതൊർത്ഥത്തിൽ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള വ്യത്യസ്തമായ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഡി അഡിക്ഷൻ സെന്റർ, അതുപോലെ ഒരു മെന്റൽ സൈക്കാട്രി അല്പം തീവ്രമായ സ്വഭാവത്തിലുള്ള ആളുകൾക്കുള്ള സൗകര്യം വരെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു ക്യാമ്പസാണ്. 10, 13, 14 ഏക്കർ സ്ഥലമുണ്ട്. വളരെ ഈ രോഗിയുടെ ഇവിടെ രോഗികൾ അവരുടെ ബെഡ്റൂം, അവരുടെ ബെഡ്ഷീറ്റ്, അവരുടെ ബാത്റൂം, അവർ കഴിക്കുന്ന ഭക്ഷണം, ഡ്രസ്സ്, അവരുടെ മുഖം, ഭാവം, താടി, തലമുടി, വേഷം എല്ലാം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. വളരെ ആത്മാർത്ഥമായി. കാരണം ഇതൊരു വ്യാപാര ലക്ഷ്യാർത്ഥം നടത്തുന്ന, ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വലിയ ലാഭക്കണ്ണോടുകൂടി നടക്കുന്ന ഒരു സ്ഥാപനമല്ല. ഇത് നേരെ ഒരു ആരാധന പോലെ, ഒരു ദൈവാരാധന പോലെ ജനങ്ങളാണ് ഇവർ ബില്ലടക്കുന്നത്. ഇവിടുത്തെ രോഗികൾക്ക് ഇവിടെ ബില്ലില്ല. ഇവിടെ ബില്ലടക്കുന്നത് ജനങ്ങളാണ്. ഒരു ജനകീയമായ സംരംഭമാണ്. എല്ലാ ജാതി മത വിഭാഗങ്ങളുടെയും പിന്തുണയോടെ ഒരു ബഹുസ്വരമായ എല്ലാ മൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് സമൂഹത്തിന് ശരിക്കൊരു മാതൃകാ സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണ് പീസ് വാലി. തീർച്ചയായിട്ടും പീസ് വാലി നിങ്ങൾ എല്ലാവരും വരണം, പീസ് വാലി സന്ദർശിക്കണം, പീസ് വാലിയെ പറ്റി നിങ്ങളൊക്കെ പഠിക്കണം. നമുക്കൊക്കെ ഒരു വളണ്ടിയർ ആകാൻ കഴിയും. ജീവിതത്തിൽ അവസാനം അതാണ്. നമുക്കൊക്കെ എല്ലാവർക്കും നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ നിന്നും നാം യഥാർത്ഥത്തിൽ നമ്മുടെ കൂടെ സഹജീവികൾ, നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന, വീണുപോയ, വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ പരിഗണിക്കുന്ന ഒരു വളണ്ടിയർ മനസ്സ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ദൈവം, ഈശ്വരൻ, അള്ളാഹു എനിക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് വർഷങ്ങളുടെ ഒരു പാരമ്പര്യമുള്ള സ്ഥാപനം തോന്നിപ്പോ. പക്ഷെ നിങ്ങൾ പറഞ്ഞ കഴിഞ്ഞൊരു 5 വർഷമേ ആയിട്ടുള്ളൂ ഈ ഒരു സ്ഥാപനം. അതിൻ്റെ ഒരു അത്ഭുതം എന്താ ശരിക്കും? എങ്ങനെയാണ് ഒരു ചെറിയൊരു കാലഘട്ടം കൊണ്ട് ഒരു വലിയ രൂപത്തിൽ, അതും ബിൽഡിങ്ങിന് മറ്റും പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ബിൽഡിങ്ങിന് മാത്രമല്ല, ഓരോ സ്ഥലത്തും കൃത്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റും ഉപയോഗിച്ച്, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലൊക്കെ പോയ സമയത്ത് എല്ലാ സംവിധാനവും, അതും ഓരോ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഓരോ കമ്പാർട്ട്മെന്റ് ആക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അത്ഭുതം എങ്ങനെ സംഭവിക്കുന്നത്? ഇത് സത്യത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി ഒരു അത്ഭുതമാണ്. അത്ഭുതം എന്നൊക്കെ ഞങ്ങൾ സാധാരണ പറയാല്ലോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അത്ഭുതം താജ്മഹലാന്ന് പറയാം. ഞാൻ പറയാ താജ്മഹലിനേക്കാൾ വലിയ അത്ഭുതമാണ് പീസ് വാലി. കാരണം ഇത് താജ്മഹലോ അല്ലെങ്കിൽ കുത്തുബ് മീനാറോ ചെങ്കോട്ടയേക്കാൾ പ്രതാപം ഇന്ന് പീസ് വാലിക്കുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു 10 വർഷത്തെ ചരിത്രമുണ്ട് ഇതിന്റെ തുടക്കത്തിന്. പക്ഷെ 5 വർഷം ഇവിടെ ഒരു ഫംഗ്ഷൻ തുടങ്ങിയിട്ട് ഇത് വളരെ പെട്ടെന്ന് ഇത് മുന്നോട്ട് പോകാൻ കാരണം എന്ന് പറയുന്നത്, ആദ്യം ഒരു ബിൽഡിംഗ് ഒക്കെ തുടങ്ങി അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ, ഇവിടെ കേരളത്തിൽ ഒരുപാട് മാനസിക രോഗികൾക്കുള്ള സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് പല സ്ഥാപനങ്ങൾക്ക് കയറി ചെല്ലാൻ തന്നെ കഴിയില്ല. കാരണം അവിടെ ആ വൃത്തി, ഈ കേരളീയ സമൂഹത്തിന് വൃത്തി, ഈ ഗൾഫൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി വന്ന കേരളത്തിൽ ഒരു വൃത്തി എന്ന് പറയുന്നത് ശരിക്കും വിദേശ രാജ്യങ്ങൾ പലപ്പോഴും വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ അത് വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. പക്ഷെ പീസ് വാലിയിൽ വരുന്ന ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഇവിടെ കിടക്കുന്ന രോഗികൾ, അവരുടെ ബെഡ്റൂമുകൾ, അവരുടെ ബെഡ്ഷീറ്റുകൾ, അവരുടെ ബാത്റൂമുകൾ, അവർ കഴിക്കുന്ന ഭക്ഷണം, അവരുടെ മുഖഭാവങ്ങൾ, അവരെ കെയർ ചെയ്യുന്ന രീതി ഉൾപ്പെടെ ഏറ്റവും നല്ല രീതിയിലാണ് നമ്മളിതെല്ലാം തുടക്കം മുതൽ ക്രമീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്ന ആളുകളൊക്കെ ഈ സ്ഥാപനത്തിന്റെ ഈ ഫസ്റ്റ് ബിൽഡിംഗ് കണ്ടപ്പോൾ പിന്നെ ആളുകൾ ഏറ്റെടുക്കുക ചെയ്തത്. ഇതൊന്നും ശരിക്ക് പീസ് വാലി മാനേജ്മെന്റ് നേർക്കുനേർ നിർമ്മിച്ച നിർമ്മാണങ്ങളല്ല. ഇതൊക്കെ ജനകീയ. അപ്പൊ ആ കാണുന്ന ബിൽഡിംഗ് 80 പേര്, അവരുടെ മാതാപിതാക്കൾ, ദി മെമ്മറി ഓഫ് അവർ ബിലോവഡ് പേരൻസ് എന്നാ പറയും. അവരുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം, ഒരു ഉപഹാരം. ഇത് മക്കൾ, നമ്മള് താജ്മഹലിനെ പറ്റി പറയാ, ഷാജഹാൻ രാജാവ് അദ്ദേഹത്തിന്റെ പ്രിയതമയ്ക്ക് അല്ലെങ്കിൽ പ്രണയ സഖിക്ക് നൽകിയ ഉപഹാരം. ഇത് യഥാർത്ഥത്തിൽ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നൽകിയ ഒരു ഉപഹാരമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ആ ബിൽഡിംഗ് 80 പേര്, ഓരോ റൂമും 5 ലക്ഷം രൂപ വീതം വെച്ചിട്ടാണ് 80 4 കോടി രൂപയ്ക്ക് പണിതാണ്. ഈ ബിൽഡിങ്ങുകളെല്ലാം തന്നെ ഇതുപോലെ പലരും അവര് ഫണ്ട് നൽകുകയും പിന്നീട് ഓരോരുത്തരും ഓരോ റൂമുകൾ അവരുടെ ഭാഗത്ത് ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഇത് ഇത്രയും വളർന്നത്. പിന്നെ ഇത് വളരെ നല്ലൊരു മാനേജ്മെന്റ് ആണ്. വളരെ ആത്മാർത്ഥമായ, വളരെ സിൻസിയറായ ഒരു ടീമാണ് ഈ സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് ഇതിൽ നിന്ന് എടുക്കേണ്ട സ്വഭാവമുള്ള ആളുകളല്ല. അത്യാവശ്യം സമ്പത്തും ബിസിനസ്സൊക്കെ ചെയ്യുന്ന കുറെ ആളുകളാണ്. അവർ പോലും അവരുടെ ഭാഗത്ത് കൊടുക്കാനും നൽകാനും വേണ്ടി ഉണ്ടാക്കിയ കൺസെപ്റ്റാണ്. ഏതായാലും തുടക്കം മുതലേ ഇതൊരു സമൂഹത്തിന്റെ ഈ ഒരു സ്വഭാവത്തിലായതുകൊണ്ട് ആളുകളുടെ ഭാഗത്ത് വലിയൊരു സപ്പോർട്ട്, പിന്തുണ ഉണ്ടായി. വളരെ ആത്മാർത്ഥമായ ഒരു സ്ഥാപനം നടത്തി ജെനുവിനാണ് എന്നതുകൊണ്ടാണ് ഈ സ്ഥാപനത്തെ ആളുകൾ ഇത്ര പെട്ടെന്ന് സഹായിച്ചത്. ഇതിന്റെ പേരെന്ന് പറയുന്നത് പീസ് വാലി എന്ന് പറഞ്ഞ ഒരു സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ താഴ്വര എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു,
നമുക്ക് അതിന്റെ മലയാളമൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് വരുന്നൊരു, ആ പേരിന്റെ പിന്നിലുള്ള ഒരു, എങ്ങനെയാണ് ആ പേര് വന്നത്? പേര് ശരിക്കും പറഞ്ഞാല് പീസ് വാലി എന്ന് പറഞ്ഞ തന്നെ സമാധാനത്തിന്റെ താഴ്വര എന്ന് പറഞ്ഞ തന്നെ ശരിക്കും പറഞ്ഞാല് ഞാൻ പറയും ഇതൊരു സമാധാനവും ഇല്ലാതെ ജീവിതത്തിൽ വിഷമിക്കുന്ന മനുഷ്യരോട് താഴ്വരയാണ്. പക്ഷെ അങ്ങനെയുള്ള മനുഷ്യൻ സമാധാനമുള്ളവൻ, ദൈവം നമുക്ക് നൽകിയതിനെ, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവം നമുക്ക് നൽകിയതിനെ എല്ലാം നമുക്കുള്ളതല്ല. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, നമുക്ക് ജീവിതം, നമുക്ക് കുടുംബം, നമ്മുടെ മക്കള്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം നമുക്ക് ദൈവം നൽകും. ആ ദൈവം തന്നതിൽ നിന്നും ഇങ്ങനെ ഒരു കൈ കൂടി ഉണ്ട്. ഈ ഒരു കൈകൾ മാത്രമല്ല, ഈ ഒരു കൈയാണ് ഏറ്റവും മനോഹരം എന്നും പ്രവാചകൻ പറയുന്നുണ്ട്. അപ്പൊ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നൽകുക, കൊടുക്കുക എന്നൊരു സംസ്കാരം അത് വളരെ മാന്യമായി ഇവിടെ ഉണ്ടായി. എന്ന് മാത്രമല്ല, ഈ ഭൂമിലോകത്തെ സ്വർഗം, നമ്മൾ ഭൂമിലോകത്തെ സ്വർഗം എന്ന് പറഞ്ഞാൽ ദാവോസ് ആണോ, അത് സ്വിറ്റ്സർലൻഡ് ആണോ, തായ്ലാന്റ് ആണോ, ഇപ്പൊ അസർബൈജാൻ, ഇങ്ങനെ ലോകത്ത് മനോഹര ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെ യാത്ര ചെയ്യുന്നവർ നമ്മള്. അത്തരം പിന്നെ എന്താ പറയുക ഡെസ്റ്റിനേഷനുകളും അത്തരം വലിയ വലിയ സ്പോട്ടുകളൊക്കെ നമ്മൾ അടയാളപ്പെടുത്താറുണ്ട് മാപ്പിൽ. ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ മാപ്പില്, വേൾഡ് മാപ്പിൽ, ഇന്ത്യയുടെ മാപ്പിൽ പീസ് വാലി എന്നൊരു ഹ്യൂമാനിറ്റേറിയൻ ടൂറിസത്തിന്റെ, ഒരു പുതിയ ടൂറിസത്തിന്റെ വേറൊരു വേർഷൻ. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്വർഗം എന്ന് പറഞ്ഞാല്, ഭൂമിലോകത്തെ സ്വർഗം എന്ന് പറഞ്ഞാല് ഏറ്റവും വിഷമിക്കുന്ന, വേദനിക്കുന്ന, കരയുന്ന, സങ്കടപ്പെടുന്ന, കണ്ണീരിന്റെയും അതുപോലെ തന്നെ ജീവിത ദാരിദ്ര്യത്തിന്റെ ഒക്കെ കിടയിൽ കിടക്കുന്ന മനുഷ്യനെ തലോടുമ്പോൾ, അവന്റെ കൈപിടിക്കുമ്പോൾ, അവന്റെ കണ്ണീരൊപ്പുമ്പോൾ, അതാണ് സ്വർഗം എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഭൂമിലോകത്തെ സ്വർഗം അതാണ്. ഭൂമിലോകത്തെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഗുരുതരമായ രോഗികൾ, ബെഡ് റിഡനായ രോഗികൾ, വീൽ ചെയറിൽ ജീവിക്കുന്നവർ, വാട്ടർ ബെഡിൽ കിടക്കുന്നവർ, സ്നഗ്ഗിൽ അല്ലെങ്കിൽ എന്താ പറയുക മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ കൈപിടിക്കാനും ചേർത്ത് പിടിക്കാനും കഴിയും. അതാണ് ഭൂമിലോകത്തെ സ്വർഗം. ആ അർത്ഥത്തിൽ നമ്മളെ ഭൂമിലോകത്തെ സ്വർഗം നമ്മുടെ വീട്ടിനകത്ത് പോലും നമ്മുടെ മാതാപിതാക്കളും രോഗികളാകുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ അവർ പരിചരിക്കുന്നിടം ആണ് നമ്മുടെ ഈ ഭൂമിലോകത്തെ സ്വർഗം. ആ അർത്ഥത്തിൽ പീസ് വാലി എന്നൊരു സ്വർഗത്താഴ്വരയാണ്. അതാണ് സമാധാനത്തിന് താഴ്വരയായി മാറുന്നത്.